നിന്നെ പ്രസവിച്ച മറിയാം, നിന്നെ മാമോദീസാ മുഖ്യ യൂഹാനോനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോടപേക്ഷിക്കുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സഹിതം വന്ദിതനി പരികീർത്തിതനി കൃപ ചെയ്യണം. ദൈവമേ, നീ പരിശുദ്ധനാ പരിശുദ്ധനാകുന്നു.
ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുരിയലായിസോ 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 ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിതരായ സ്നേഹന്മാർക്കോർ ജാതികളിടയിൽ ഭൂതല സീമയതോളം നല്ലേവൻ കൈക്കൊള്ളുവോർക്കൊക്കെയും ഭാഗ്യമിതം അറിയിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധ സ്ലീഹന്മാരുടെ നടപ്പുകളുടെ പുസ്തകത്തിൽ നിന്നും ആബിബായ് ബാറക്മോർ. സഹോദരന്മാരെ, അബ്രഹാം വംശത്തിലെ മക്കളും അവരോട് ചേർന്ന ദൈവഭക്തിയുമായുള്ളവരെ, നമുക്കാവുന്നു ഈ രക്ഷാവചനം അയച്ചിരിക്കുന്നത്. യെരൂശലേം നിവാസികളും അവരുടെ പ്രമാണികളും അവനെയോ ശബ്ദ തോറും വായിച്ചു വരുന്ന പ്രവാചകന്മാരുടെ വചനങ്ങളെയോ തിരിച്ചറിയാതെ അവനെ ശിക്ഷയ്ക്ക് വിധിക്കുകയാൽ അവയ്ക്ക് നിവൃത്തി വരുത്തിയും മരണത്തിന് ഒരു ഹേതുവും കാണാഞ്ഞിട്ടും അവനെ കൊല്ലണമെന്ന് അവർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും തികച്ച ശേഷം അവർ അവനെ മരത്തിൽ നിന്ന് ഇറക്കി ഒരു കല്ലറയിൽ വെച്ചു. ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ തന്നോടുകൂടെ ഗലീലയിൽ നിന്ന് യെരൂശലേമിലേക്ക് വന്നവർക്ക് ഏറിയ ദിവസം പ്രത്യക്ഷനായി. അവർ ഇപ്പോൾ ജനത്തിന്റെ മുമ്പാകെ അവന്റെ സാക്ഷികളാവുന്നു. ദൈവൻ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചുവെന്ന് 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഇനി ദ്രവത്വത്തിലേക്ക് തിരിയാതെ വണ്ണം അവനവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിനെക്കുറിച്ച് അവൻ ദാവീദിന്റെ സ്ഥിരമായുള്ള വിശുദ്ധ കൃപകളെ ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞിരിക്കുന്നു. മറ്റൊരു സങ്കീർത്തനത്തിലും നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ നീ വിട്ടുകൊടുക്കുകയില്ല എന്ന് പറയുന്നു. ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ച് തന്റെ പിതാക്കന്മാരോട് ചേർന്ന് ദ്രവത്വം കണ്ടു. ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല. ആകയാൽ സഹോദരന്മാരെ, ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നുവെന്നും മോശയുടെ ന്യായ പ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നുവെന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. ആബിബായ് ബാറക്മോർ. ും ആദൂതൻ താനേൽക്കും സഭയും ശാപം പലതര ഉപദേശങ്ങളോ പാലിൽ മുളച്ചു പരക്കുന്നു
ദേശം തോൾ അവസാനിപ്പിപ്പോ പരിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായ് ബാറക്മോർ സ്നേഹവും നമ്മുടെ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. നോക്കുവേൻ, എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവർക്കെയും ക്രിസ്തുവിന്റെ ക്രൂശ് നിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന് മാത്രം നിങ്ങളെ പരിച്ഛേദന ഏൽപ്പാൻ നിർബന്ധിക്കുന്നു. പരിച്ഛേദനക്കാർ തന്നെയും ന്യായപ്രമാണം ആചരിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ ജഡത്തിൽ പ്രശംസിക്കണമെന്ന് വെച്ച് നിങ്ങൾ പരിച്ഛേദന ഏൽപ്പാൻ അവർ ഇച്ഛിക്കുന്നതേയുള്ളൂ. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടിയത്രേ കാര്യം. ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്. ഞാൻ യേശുവിന്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോടുകൂടി ഇരിക്കുമാറാകട്ടെ. ആമീൻ. ആഹായ് ബാറക്മോർ. ശുചിയേലും കാഴ്ചകളോടെ തൻപാദങ്ങളിലേറി പാവനമബ്രഹാമിൻ മുൻപിൽ കർത്താവിനെ വന്ദിച്ചിടുവിൻ. നാം മടക്കത്തോടും ഭയത്തോടും മടക്കത്തോടും ചെയ്തെടുത്ത് നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവേ ശുശ്രൂഷയുടെ വിശുദ്ധ ഏവങ്കേലിയമല്ലേ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. പാറയ്ക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്ന് വിശുദ്ധ കന്യാമറിയാം ശരീരം ധരിച്ച ജീവനുള്ള ദൈവത്തിന്റെ വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. യേശു തമ്പുരാൻ അവരോട് പറഞ്ഞു, ഞാനാകുന്നു ജീവന്റെ അപ്പം. എന്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശ്വസിക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ. എന്റെ പിതാവ് എനിക്ക് നൽകിയിട്ടുള്ള ഏതൊരുവനും എന്റെ അടുക്കൽ വരും. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും പുറന്തള്ളുകയില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് എന്റെ ഇഷ്ടം ചെയ്യുവാനല്ല, എന്റെ അച്ഛന്റെ ഇഷ്ടം ചെയ്യുവാനത്രേ. അവൻ എനിക്ക് നൽകിയിട്ടുള്ള ആരെയും നഷ്ടപ്പെടുത്താതെ അവസാന ദിവസം എല്ലാവരെയും ഞാൻ ഉയർപ്പിക്കണമെന്നുള്ളതാവുന്നു എന്റെ അയച്ചവന്റെ ഇഷ്ടം. പുത്രനെ കണ്ടിട്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ലഭിക്കണമെന്നുള്ളതാണ് എന്റെ പിതാവിന്റെ ഇഷ്ടം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് യഹൂദന്മാർ യേശുവിനെ പറ്റി പിറുപിറുത്തു. അവൻ യൗസേപ്പിന്റെ മകനായ യേശുവല്ലയോ? ഇവന്റെ പിതാവിനെയും മാതാവിനെയും നാം അറിയുന്നുവല്ലോ. പിന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് ഇവൻ പറയുന്നത് എങ്ങനെയെന്ന് അവർ പറഞ്ഞു. യേശു തമ്പുരാൻ അവരോട് ഉത്തരമായി പറഞ്ഞു, നിങ്ങൾ അന്യോന്യം പിറുപിറുക്കേണ്ട.
എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ഒരുവനും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. അവസാന നാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കുകയും ചെയ്യും. ദൈവം എല്ലാവരെയും പഠിപ്പിക്കുമെന്ന് പ്രവാചകൻ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് പിതാവിൽ നിന്ന് കേട്ട് പഠിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വരും. പിതാവിനെ ആരും കണ്ടിട്ടില്ല, ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രം പിതാവിനെ കാണുന്നു. ബാലയ്ക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയുണ്ടായിരിക്കട്ടെ. പേജ് നമ്പർ 342. സൂര്യസമപ്രഭതാൻ വീശിയ ലോകത്തിൽ തൻ തീഷ്ണതയും ബഹുദിവ്യ പരാക്രമവും വിഖ്യാതം. പ്രാർത്ഥന മൂലം നമ്മൾക്കുണ്ടായിടും സഹായങ്ങൾ ചോണിയിലെന്നും കേട്ടിടട്ടെ. ജീവിതകാലേ താൻ ചൊന്നതുപോ പിന്നടി കൂടിയിടണമേ ഞങ്ങൾ. നിർത്തുക ഞങ്ങളെ അവനൊപ്പം ബലമായി നിൻവരവിൽ. പാലിക്കുമോ സ്തോമങ്കാ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും മാഞ്ഞു പോകുന്നില്ല എന്ന നല്ല ഉന്നതിയും സദാ നേരത്തും ഇടപെടാതെ കരയേറ്റുവാൻ ഇടയങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ഇല്ലായ്മയെ ഞങ്ങളെ സൃഷ്ടിച്ച ഉണ്മയിലേക്ക് വരുത്തിയ ഉന്നതനും ഉത്കൃഷ്ടനും തന്നെ വിലയേറിയ രക്തത്താൽ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ ഉദ്ധരിച്ച് പുത്രപദവി ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത പ്രധാനാചാര്യനുമായ കർത്താവിന് സ്തുതി. നിനക്ക് ദൈവികമായി സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ആയുസ്സോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബുക്കുലോന്യോമോ സ്വതഹായ ബാറയ്ക്കുമോ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട ഈ ആചാരന്റെ കൈകളാൽ കുന്തിരുക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നതിനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെ വിശ്വാസികളായ എന്റെ സലജനങ്ങളെയും പാപങ്ങളെയും മായിച്ച് ഉത്തമനെ ദൈവതോന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. എന്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സ്ഥലം വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാവുന്നവന് മഞ്ഞു കളിക്കണമേ. കർത്താവും നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളയണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിനമായ ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായിച്ചു കളയണമേ.
കർത്താവേ, കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ അന്ത്യം ഞങ്ങൾക്ക് സൗജന്യമായും നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുലസു പാവ്ലവുൽമീ. തന്നാട്ടിൻ കൂട്ടത്തിന് വേണ്ടി ബലിയായി തീർന്ന ഉത്തമയിടയനായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. ഭൂമിയിലെ നിന്ന പൂഴിയായ എന്നെ നിന്റെ ദൈവീക രഹസ്യങ്ങളുടെ ദൈവാസ്ഥാനത്ത് പ്രവേശിക്കുവാൻ കരുണയോടെ നീ അർഹരാക്കി തീർക്കുകയും നിന്റെ ശ്രേഷ്ഠ മഹാവിശുദ്ധ സ്ഥലമാകുന്ന മഹോന്നതങ്ങളിലേക്ക് എന്നെ ഉയർത്തുകയും നിന്നെ സ്തുതിക്കുന്നവരായ ക്രൂപേന്മാരുടെയും നിനക്ക് കാതീശ് പാടുന്നവരായ സ്നോപ്പേന്മാരുടെയും ഗണത്തിൽ എന്നെ ചേർക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ ദൈവമേ, ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഇതാ അഗ്നിമയമായ സ്ഥലത്ത് നിന്റെ അഗ്നിസിംഹാസനത്തിന് മുമ്പാകെ നിന്നുകൊണ്ട് നിന്റെ ജനത്തിന് പാപപരിഹാരവും സൃഷ്ടി മുഴുവനും വേണ്ടി മോചനവും ഞാൻ യാചിക്കുന്നു. എന്റെ കർത്താവേ, ആവശ്യക്കാരുടെ മുൻപിൽ നിന്റെ സമൃദ്ധമായ ശ്രീഭണ്ഡാരം തുറന്ന് നിന്റെ ഇടവകയിലെ ആടുകളിൽ നിന്റെ അനുഗ്രഹങ്ങൾ ചുരിയുമാറാകണമേ. കടക്കാരുടെ കടച്ചീട്ടിനെ കീറിക്കളയണമേ. പാപിയുടെ കടങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെ നിന്റെ ഓർമ്മയിൽ നിന്ന് മായിച്ചു കളയണമേ. നഷ്ടപ്പെട്ടു പോയവർ നീ മുഖാന്തരം തിരിച്ചു വന്ന് തിരുമുമ്പാകെ സമ്മേളിക്കുമാറാകണമേ. കർത്താവേ, നിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ പരിശുദ്ധ ബലിയെ ഞങ്ങൾ സമീപിക്കുന്നു. നിന്റെ പരിശുദ്ധ രൂഹ ഞങ്ങളുടെ കുർബാനയിൽ പ്രീതിപ്പെട്ട് ഇറങ്ങി വന്ന് ഇതിനെ ശുദ്ധീകരിക്കുകയും അനീതികളിൽ നിന്ന് ഞങ്ങളെ നിർമ്മലരാക്കി അനശ്വരമായ വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും വിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബകുലസു പാവ്ലവുൽമീ. അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുവാനാകട്ടെ. بطرائقون والملائكة والمين. ആമേൻ. Domihi lohato yo ene onima kadi abo kadi so ആമേൻ. kadi Mesraha Malavisoso Lavisoso Damohan Dahan Drabonan Vadamalponan Madanidan Madgulapunani Damahaine Yendodido Gadisudo Badraigo Olmelao
വചനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ട ഈ ആചാര്യന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുകയും കാണപ്പെടാത്തതുമായ സർവത്തിന്റെയും സൃഷ്ടാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വനാഥനും പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവരും സൃഷ്ടികളാക്കും സാരാംശത്തിനോട് സമത്വമുള്ളവനും സകലവത്താൽ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് നിങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവനന്തപുരം പ്രവാചകൻ സ്വർഗ്ഗത്തിൽ നൽകി വിശിഷ്ടമായ ദൈവമാതാവായ വിശുദ്ധമറിയാമിൽ നിന്ന് ശരീരമായി തീർന്ന മനുഷ്യരായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിലറയ്ക്കപ്പെട്ട് കഷ്ടതയനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ മഹാത്മാവിനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെയും വ്യവഹരിക്കുന്നവനും തന്റെ രാജ്യത്തിനും സ്ഥലമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജയിപ്പിക്കുന്ന കർത്താവും പിതാവിന് പുറപ്പെടും പിതാവിനോടും പുത്രനോടും കൂടെ അംഗീകരിക്കപ്പെട്ട ചുരുക്കപ്പെടുന്നവനും നീതിയന്മാരും സ്ത്രീയന്മാരും മഹാന്തരം സംസാരിച്ചവരുമായ ജീവനും വിശുദ്ധിയുള്ള ഏകവുമായും കാതോലികവും സ്നേഹികവുമായ ഏകവിശ്വസതയും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണ് നിങ്ങൾ ഏറ്റുപറഞ്ഞ് മനുഷ്യരുടെ ഉയർപ്പിലും ബഹുമാനിക്കുന്ന ലോകത്തെയും പുതുജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴികയിലുതാ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാസമയം നാഥ
അടിയാരോട് കൃപ ചെയ്യണമേ. പാലയ്ക്കുമോ സ്തോമൻകാലോ ദൈവമായ കർത്താവേ, നിന്റെ സഭയ്ക്കും നിന്റെ ആളുകൾക്കും നിന്റെ ഇടവകയ്ക്കും നിത്യമായ ശാന്തിയും സമാധാനവും സ്നേഹവും നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകാദനം വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാവ്ലവൽമീ വാളയ്ക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ബാറയ്ക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിൽ ഞങ്ങളെ ഉയർത്തണമേ. അന്യോന്യം ശ്ലോമോ നൽകും കർത്താവിൻ ശ്ലോമോ നമ്മിൽ വാസം ചെയ്തിടട്ടെന്നും തമ്മിൽ ചുംബിക്കണം. ശ്ലോമോയും ശ്രീലോയും നമ്മെ കാത്തിട്ടെന്നാളും. ശ്ലോമോയും ശ്രീലോയും നമ്മെ കാത്തിട്ടെന്നാളും. അന്യോന്യം സ്നേഹിക്കണവും ഓതിയവാദാമിൻ സ്നേഹം വാണിടണമെന്നും സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ പൂതലമെങ്ങും സ്വാമി മാനവരുടെ സംപ്രീതി. പൂതലമെങ്ങും സ്വാമി മാനവരുടെ സംപ്രീതി. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ദൈവമായ കർത്താവേ, നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. സമാധാനം പാലിക്കുന്നവർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെ അർഹരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകാദനം വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ ബബുകൂല സുബാലവൽമീ. ദൈവമായ കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ സ്തോത്രബലി മൂലം ഈ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പാവികാരങ്ങളുടെ അകൽച്ചയ്ക്കും പുണ്യപ്രവൃത്തിയുള്ള സംസർഗത്തിനുമായിട്ട് തീരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകാദനം വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ ബബുകൂല സുബാവൽമീ. ബാറയ്ക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ഈ ആചാരന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വെക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിന്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവാ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രനമ്പ്രാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങൾ എല്ലാവരോടും കൂടെ
എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോട് കൂടെയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മസിയാതമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഭയഭക്തിയോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവമായ കർത്താവേ, അദൃശ്യമായ സംഘങ്ങളോടും സംഖ്യാതീതമായ കൂട്ടങ്ങളോടും ആത്മീയമായി ചേർന്നുകൊണ്ട് വിശ്വാസികളായ നിന്റെ ജനം മുഴുവനും ശ്രോപ്പേന്മാരെ പോലെ കാദീശ് പാടി ഉച്ചസ്വരത്തിൽ നിന്നെ വാഴ്ത്തപ്പെടുത്തുന്നു. ബസാക്കീൻ ഗോയേന്നൊമറി ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവരും വാഴ്ത്തപ്പെട്ടവനാകുന്നു. പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി രക്ഷാകരമായ കഷ്ടാനുഭവത്തിന് ഒരുങ്ങിയപ്പോൾ തന്റെ വിശുദ്ധമായ തൃക്കൈകളിൽ അപ്പമെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. വത്സോ തന്റെ വിശുദ്ധാശ്രയന്മാർക്ക് വീഴ്ച കൊടുത്തു. അതുമൂലം പാപപരിഹാരപ്രദമായ തന്റെ ശരീരം നിത്യജീവനായി അവർക്ക് നൽകി. വൽഗായേ അപ്രകാരം വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയ കാസായും താനെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. തന്റെ വിശുദ്ധാശ്രയന്മാർക്ക് നൽകിയത് മൂലം പാപപരിഹാരപ്രദമായ തന്റെ രക്തം നിത്യജീവനായി അവർക്ക് നൽകി. വൽഗായേ ഇതിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നത് വരെ എന്റെ മരണവും കപടക്കവും പുനരുദ്ധാനവും നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ എന്നുള്ള നിർദ്ദേശവും അവർക്ക് നൽകി. അതാമോ ദോസേനോ രക്ഷാകരമായ മനുഷ്യാവതാരത്തിലെ അൽവിസ്മരണീയങ്ങളായ അത്ഭുത പ്രവൃത്തികളും എല്ലാവർക്കും ഓരോരോ പ്രവൃത്തികൾക്കനുസൃതമായ പ്രതിഫലം നൽകുന്ന നിന്റെ വരവിന്റെ ഭയങ്കരങ്ങളായ അടയാളങ്ങളും വിസ്മരിക്കത്തക്കവയെല്ലാം തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാതിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിധേക്കാബോ ക്ലാബോ കാതമറോ ഞങ്ങളുടെ മേലും ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവരേ, കരുണയോടെ ഞങ്ങളെ
പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്നതായി പരിശുദ്ധ കുർബാനമേൽ പൊരിഞ്ഞ് ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്നതായി നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്രയോ ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അറക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. കർത്താവേ എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളി ഉത്തമനേ ദൈവതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധ റൂഹ വസിച്ച് ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ ശരീരമാ തീർക്കുമാറാകട്ടെ. പരിശുദ്ധ റൂഹ വസിച്ച് ഈ കാസായിലെ കലർപ്പിനെ ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ വ്യക്തമാ പൂർത്തീകരിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവേ, ഈ പരിശുദ്ധ കുർബാന അനുഭവിക്കുന്നവരായ ഞങ്ങളെ നിന്നോടുകൂടെ ആനന്ദം അനുഭവിക്കുന്നവരാക്കി തീർക്കുമാറാകണമേ. ഞങ്ങൾ നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാവൽ മീൻ. ബാറയ്ക്കുമോർ ഇന്നും ഈ ആഴ്ചക്കാൽ നമ്മുടെ ദുഷ്ടന്മാരായിരുന്നു 4 ഭാഗങ്ങളിലുള്ള ദൈവത്തിന്റെ വിശുദ്ധകളെ മേച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താനോട്ട് പോരുന്ന നമ്മുടെ പാത്രികീസന്മാരായ ആബുന്മാർ ഇഗ്നാത്യോസിനു വേണ്ടിയും ആബുന്മാർ ബസേലിയോസിനു വേണ്ടിയും ആബുന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബുന്മാർ എലിയാസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള തല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വം ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങൾക്കെതിരായ ദുഷ്ടരോടെ സംസാരിക്കുന്ന വേദവിരീതവാകളെ നീ അടച്ച് മൗനമാക്കണമേ. ഞങ്ങൾ നിലനിന്നെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാവൽ മീൻ. ബാർക്കുമോർ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷയിൽപ്പെട്ട് നിന്നിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരം ബലഹീനമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാവുന്ന വിശ്വാസികളുടെ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, നാഥരുടെ സങ്കടത്തിൽ നിന്നും ദരിദ്രന്മാരുടെ നിലവിളിയിൽ നിന്നും ഞെരുക്കത്തിരിക്കുന്നവരുടെ ക്ലേശത്തിൽ നിന്നും മർദ്ദിതരുടെ പ്രയാസത്തിൽ നിന്നും നീ അലസമായും മൗനമായും ഇരിക്കരുതേ. ഞങ്ങൾ നിനക്ക് യാതൊരു വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാവൽ മീൻ. ബാറിക്കുമോർ 4 ഭാഗങ്ങളിലെ ദൈവത്തിന്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും
ക്രിസ്ത്യാനി സമം മുഴുവനും സുഹൃത്തുമല്ലായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, നിന്റെ പരിശുദ്ധമായ സഭയെ ഉപദ്രവിക്കുന്നവരെ നീ ഭയപ്പെടുത്തി ചിതറിക്കുമാറാകണമേ. ഞങ്ങൾ നിലനിന്റെ യാതൊരു വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാലവൽ മീ. ആമീൻ. ബാർക്കുമോർ ഭൂമിയിലെ വംശങ്ങളിൽ ഭാഗങ്ങൾക്ക് യോഗ്യതയുള്ളോളും വിശുദ്ധിയുള്ളോളും മഹത്വമുള്ളോളും അനുഗ്രഹിക്കപ്പെട്ടോളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നബിയന്മാരെയും പ്രസംഗക്കാരായ സ്ലേയന്മാരെയും ഏവെങ്കിലിസ്തന്മാരെയും സഹോദരന്മാരെയും മോദ്യാനന്മാരെയും ഭാഗ്യവാനന്ദന്റെ യജമാനും മുന്നോട്ടക്കാരനുമായ മാറിയുഹാനോൻ മാബ്ദാനായെയും ശമാശമാൽ പ്രധാനിയും സഹോദരന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്തോളവനുമായ മാസ്തേപാനോസിനെയും സ്ലീയന്മാർ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മർത്തോമാസ്ലിഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, നിന്റെ പരിശുദ്ധന്മാർക്കായി നീ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മഹാകൃപയ്ക്ക് ഞങ്ങളെയും വിശ്വാസികളായ ഞങ്ങളെ വാങ്ങിപ്പോയവരെയും കൃപയോടെ അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിലനിന്റെ യാതൊരു വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാലവൽ മീ. ബാറക്കുമോ സ്ലൈഹ്യവും കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു വന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധോളം കൂട്ടിയും പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും മിക്കായാലും കുസ്തന്തീനോപ്പോലീസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 അപ്പോസ്തലന്മാരെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും ശ്രദ്ധിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും യെരൂശലേമിന്റെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദോനാസ്യോസും അഥാനാസ്യോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ലിയോസ്കോറോസും തീമത്യോസും ബീലക്സീനോസും മന്ദീമോസും യാവാനീസും വചനമാദ്യവും ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നതഗൗരവമായ പ്രസിദ്ധനായ മാർക്കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭയുടെ വേഗമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേജസ്ഥലവും മറിയാം സംശയം കൂടാതെ മാധവൻ എല്ലാ എപ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രികീസ്മാ സേവറിയോസും സത്യവിശ്വാസത്തെ നിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബ മാറിയാക്കോ വൃദ്ധാനായും മാറപ്രേമും മറിയാക്കോവും മർസാക്കും ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മാർബർസമായും മാർ ശമോൻ ദസ്തുനിയും തിരഞ്ഞെടുക്കപ്പെട്ട മറബഹായും യൽദോമാർ ബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദ്യോന്യാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവള്ളവും കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചെന്നവരായി ഇവരുടെ മുൻപൂരോടുകൂടെയും ഇവരുടെ പിൻപുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്റെ കൃപയ്ക്ക് മക്കളും നിന്റെ പുത്രനോ സഹോദരങ്ങളുമായി തീരുവാനിടയാക്കിയ ആ വിശുദ്ധ പിതാക്കന്മാരുമായുള്ള സംസർഗത്തിൽ നിന്ന് ഞങ്ങൾ അകന്നു പോകുവാനിടയാകരുതേ. ഞങ്ങൾ നിലനിന്റെ യാതൊരു വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാലവൽ മീ. ആമീൻ. ബാറക്കുമോർ
അരൂപികളുടെയും സകലജടങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസം കൂട്ടി രാജു ശ്രമിച്ചിന്റെ അടുക്കൽ വന്നേർന്നവരായി ഈ പരിശുദ്ധ മദ്ബായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരിവുകളെയും നിന്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുള്ളവനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് അഭ്യർത്ഥിച്ച് പറയണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ വാങ്ങിപ്പോയവർ നീ മൂലം മരണത്തിൽ നിന്നും പാതാളത്തിൽ നിന്നും പൂഴിയിൽ നിന്നും തിരിക്കപ്പെടുമ്പോ നിന്റെ ജാതന്റെ കൃപാവരിൽ പ്രബലപ്പെടുവാനിടയാകണമേ. അവൻ മൂലം കരുണയും ഭാവമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചവരെയും നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോട് മനസ്സോടാതെയും അറിവോടും അറിവോടാതെയും നിന്റെ തിരുമുമ്പിൽ ഞങ്ങൾ അവരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, പൊതുവായ പുനരുദ്ധാനത്തിൽ പുതുക്കം പ്രാപിച്ചുകൊണ്ട് നിന്റെ ആത്മീയ രാജ്യത്തിലാണ് നാം അനുഭവിക്കുവാൻ ഞങ്ങളെ ഞങ്ങളെ വാങ്ങിപ്പോയവരെയും കൃപയോടെ അർഹരാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാനവും വാഴ്ത്തപ്പെട്ടവുമായ നിന്റെ പരിശുദ്ധനാമം ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായോടും വിശുദ്ധ റൂഹായോടും കൂടെ ഈ പരിശുദ്ധ കുർബാന വഴിയായി സ്തുതിക്കപ്പെട്ട് പൂഴ്ത്തപ്പെടുമാറാകണമേ. ഹോശോ തലമുറ തലമുറകളായി സകല തലമുറകളെയും ലോകാലോകങ്ങളോളം സ്ഥിതിയും ചെയ്യുന്നു. പറയുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമാകുന്ന യേശു മിശിഹാ ദൈവത്തിന്റെ കരുണ എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പേജ് നമ്പർ 342. ഇടയനെഴും താലന്തുകളെ കർത്താവിൻ വിളിയുള്ളോർക്ക് വാങ്ങിച്ചു കൊടുത്താൻ പുണ്യ Just
ലോകം നിറവേറ്റി ശാന്തിയാകൃപദം ചേർന്നാൻ തന്നെയോർക്കും നാൾ ഞങ്ങൾ മഹിമയും തൃപ്പാത്മകനാം പ്രാർത്ഥനയും യാചനയും എല്ലാ നേരത്തും നിത്യം കാരുണ്യം ഞങ്ങൾക്കേറ്റം സൗജന്യം ചെയ്തിടട്ടെ. പ്രാർത്ഥിക്കണം. ബാറയ്ക്കുമോ ദൈവമായ കർത്താവേ, ഞങ്ങളെ അതിരങ്ങളെയും വാകളെയും നീ തുറക്കണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. കാണിവാനായ പിതാവാ ദൈവമേ, നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളെയും ചിന്തകളെയും നിർമ്മലമാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് ഉപദ്രവവും നഷ്ടവും വരുത്തുന്ന സകലത്തെയും ഞങ്ങൾക്ക് ഗുണകരവും പ്രയോജനകരവുമായി വേഗത്തിൽ നീ വ്യത്യാസപ്പെടുത്തി തരണമേ. ഞങ്ങൾ നിനക്ക് വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകോല സുബാലവൽമീ ബാറയ്ക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ബാറയ്ക്കുമോർ അണയ്ക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലവനിക്കണം. ദൈവമായ കർത്താവേ, നിന്റെ സകല കൃപകളും സകല അനുഗ്രഹങ്ങളും സകല നൽവരങ്ങളും നിന്റെ സഭയിലും നിന്റെ ജനങ്ങളിലും നിന്റെ ഇടവകയിലും വന്ന് വസിച്ച് കവിഞ്ഞൊഴുകുമാറാകണമേ. ഞങ്ങൾ നിനക്ക് വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകോല സുബാലവൽമീ ബാറയ്ക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധോ മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂ അനാദന്യവും വന്യവും സാരാംശമായിരിക്കുന്നതുമായ വിശുദ്ധ തൃത്വത്തിന്റെ കൃപയും കരുണയും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബാറയ്ക്കുമോർ ഭയത്തോടും വിറയലോടും കൂടി നാം സൂക്ഷിക്കണം. ഈ വിശുദ്ധകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും മാത്രം നൽകപ്പെടുന്നു. ും
കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പരിപൂർണമാക്കുന്ന ജീവനുള്ള ഏകവിശുദ്ധ റൂഹായി നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. സ്തുതിയോണ്ടു രാജമകൾ ഹാലേ ലോയ ഹാലേ ലോയ നിൻ വളമായി രാജഭാമിനിയും സ്വീകരണം നേടി ദൈവത്തെ ശാപത്തെ ശാന്തി ക്ഷേമങ്ങൾ സഭയിലും മാടി സവിധം വീട്ടവതരണം ചെയ്ത കന്യകം ഉദരേവാണോരേ ആദാമിരിസാത്താം മൃദീവത അടിമയിൽ നിൻ ഏറ്റിടുവാൻ നീയും സ്തോത്രം മോറിയോടരുതേ പരിശുദ്ധേ ഞങ്ങൾ
ഭഗവാൻ പന്നൽ പോലെ തളർത്തിടുമേ. ഹാലേലൂയ. വളരും അവൾ ലബനോൻ കാരകിൽ പോ. അവർക്ക് ദുഷ്ടി സൃഷ്ടികളും മാറിക്കുമോ. സുബലാബോലബറോവൽ റൂഹോ കാദീസോ. ഒരു പോളിഞ്ഞും മാർഗി വർഗി സഹദാ. പ്രാർത്ഥനയിൻ സമയമിതല്ലോ മാർത്തോമാസ്ലീഹ. പരിശുദ്ധന്മാരെ നിങ്ങൾ അഴികളെയും തൻ കോപത്തിൽ വഴികളെയും മായ്ച്ചിടാൻ. ത്രിയേക ദൈവത്തിന്റെ വലിതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ദൈവത്തിന്റെ ഉയർപ്പ് പെരുന്നാളിന് ശേഷം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനായി നോക്കിയിരുന്ന ശിഷ്യന്മാർക്ക് പെന്തിക്കോസ്തി പെരുന്നാളിന്റെ വലിയ ദിവസം പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് എല്ലാവിധമായ ദാനങ്ങളാലും സ്വർഗീയമായ നൽവരങ്ങളാലും അവരെ നിറച്ച് അതിനുശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സുവിശേഷ ഘോഷണത്തിനായിട്ടും അനേകരെ ശിഷ്യപ്പെടുത്തുവാനുമായിട്ട് തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ആയിട്ട് വായിച്ച് കേട്ടുകൊണ്ടിരുന്നത്. ഇന്ന് പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷം വരുന്ന മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. ഇന്ന് വായിച്ചു കേട്ട വിശുദ്ധ എവൻഗേലിയോൻ ഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 35 മുതൽ 46 വരെയുള്ള വേദഭാഗങ്ങളാണ്. യേശു തമ്പുരാൻ അരുളി ചെയ്യുകയാണ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. സ്ഥിരമായി കേൾക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന വേദഭാഗം ഓരോ സത്യവിശ്വാസിക്കും യഥാർത്ഥമായ നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സാക്ഷാൽ സ്വർഗീയ അപ്പമാകുന്ന മിശിഹാ തമ്പുരാനെ ഉൾക്കൊള്ളുവാനുള്ള ആഹ്വാനമാണ് ആദ്യമേ
ഈ ഏവെങ്കിലും വായനയിലൂടെ കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത്. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു. ഈ ലോക യാത്രയിൽ നമുക്ക് ജീവിക്കുവാനും ചിന്തിക്കുവാനും വളരുവാനുമൊക്കെ ഭക്ഷണം ആവശ്യമായിരിക്കുന്നത് പോലെ ആത്മീയമായ നമ്മുടെ ജീവിതയാത്രയിൽ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം വഴിയാത്രയുടെ ആഹാരമായിട്ടാണ് യേശു തമ്പുരാന്റെ ശരീരവും രക്തവും നാം അനുഭവിക്കേണ്ടത്. ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിലൂടെയുള്ള അവയുടെ പ്രയാണകാലത്ത് മന്ന ദൈവം തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് പൊഴിച്ചു കൊടുത്തതുപോലെ, അവിടെ ജീവിതയാത്രയിൽ താങ്ങും തണലുമായി നിന്നതുപോലെ നമ്മുടെ ഈ മരുഭൂമി യാത്രയിലൂടെയുള്ള പ്രയാണകാലത്ത് ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുവാൻ തക്കവണ്ണം ആത്മീയമായ ഊർജം പകരുന്നതാണ് ഈ കർത്താവിന്റെ ശരീരവും രക്തവും എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് നാം ഓർത്തിരിക്കുക. ഇതെങ്ങനെ ഭക്ഷിക്കണമെന്നും എങ്ങനെ സ്വീകരിക്കണമെന്നും എങ്ങനെ അതിനുവേണ്ടി ഒരുങ്ങണമെന്നും വേദപുസ്തകത്തിലൂടെ നാം വായിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. വിശുദ്ധിയോടുകൂടി ഒരുക്കത്തോടുകൂടി ആത്മീയമായ നല്ല ഒരുക്കത്തോടുകൂടി വിശുദ്ധ ബലി പങ്കെടുക്കുകയും അത് അനുഭവിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ അത് ശാപമായിട്ട് തീരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. വേദപുസ്തകം അതും സാക്ഷിക്കുന്നുണ്ട്. അയോഗ്യമായി ഈ അപ്പം തിന്നുകയോ ഈ രക്തത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യുന്നവൻ അത് ശാപമായിട്ട് തീരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയോടുകൂടി വന്ന് ഒരുക്കത്തോടുകൂടി വന്ന് വെടിപ്പോടുകൂടി വന്ന് ദൈവസന്നിധിയിലേക്ക് അടുത്ത് വന്ന് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ ഒന്ന് ശോധന ചെയ്തുകൊണ്ട് യഥാർത്ഥമായ അനുതാപത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനും ഈ ബലിയിൽ പങ്കാളികളാകുവാനും കർത്താവിന്റെ ശരീരവും രക്തവുമാകുന്ന തീക്കട്ട നമ്മളിലേക്ക് ആവസിപ്പിക്കുവാനും നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായിട്ട് തീരുവാനും നാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. തീക്കട്ട എന്ന പദമാണ് നാം ഉപയോഗിക്കുന്നത്. തീക്കട്ടയ്ക്ക് രണ്ട് ഉപയോഗങ്ങളാണുള്ളത്. ഒന്ന്, സകലത്തെയും ദഹിപ്പിച്ചു കളയുന്നതാണ് തീക്കട്ട. രണ്ടാമത്, സകലത്തെയും ശുദ്ധീകരിക്കുന്നതുമാണ് തീക്കട്ട. അപ്പോൾ അത് ഏത് വിധത്തിൽ കൈകാര്യം ചെയ്യുന്നുവോ ആ വിധത്തിൽ അതിന്റെ പ്രയോജനം ലഭിക്കും. കർത്താവിന്റെ ശരീരരക്തങ്ങളാകുന്ന തീക്കട്ട യഥാർത്ഥമായ അനുതാപത്തോടും ഭക്തിയോടും വിശുദ്ധിയോടും ഒരുക്കത്തോടും കൂടി അനുഭവിച്ചാൽ അത് നമ്മളെ ശുദ്ധീകരിക്കുന്നതായിട്ട് തീരും, നമ്മളെ വെടിപ്പാക്കുന്നതായിട്ട് തീരും. രണ്ടാമത്തെ അർത്ഥത്തിലൂടെ ഉപയോഗിച്ചാലോ അത് നമ്മളെ ഇല്ലാതാക്കുവാനായിട്ടും തീരുമെന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് യഥാർത്ഥമായ വിനയത്തോടും അനുതാപത്തോടും കൂടി ഈ അപ്പം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യുവാൻ നാം ഒരുങ്ങി വരിക. രണ്ടാമതായിട്ട് യേശു തമ്പുരാനെ ഒരു മുൻവിധിയോടുകൂടി അവിടെ കാണുകയാണ്. ഇവൻ യൗസേപ്പിന്റെ മകനായ തച്ചനായ യൗസേപ്പിന്റെ മകനല്ലയോ എന്ന്. ഓരോ മനുഷ്യരെയും കാണുമ്പോൾ നാം മുൻവിധിയോടുകൂടി പലപ്പോഴേയും പലതിനെയും സമീപിക്കാറുണ്ട്. അവിടെ യേശു തമ്പുരാൻ ഒരു തിരുത്തുന്ന വേദഭാഗമാണ് നമ്മളെ കാണിക്കുന്നത്. അവന്റെ പ്രവൃത്തിയെ നോക്കിക്കൊണ്ട് അവന്റെ യഥാർത്ഥമായിട്ട് അവനെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം ഓരോരുത്തരെയും ഒന്ന് അളക്കുവാനും ഒന്ന് ചിന്തിക്കുവാനും തുടങ്ങുക. ഒരുത്തരെയും തള്ളിക്കളയാതെ, ഒരുത്തരെയും മുൻകേട്ടുള്ള അറിവ് വെച്ചുകൊണ്ട് ഉപേക്ഷിച്ച് കളയാതെ, അവൻ കടന്നു വന്നാൽ പ്രശ്നമാകുമെന്നുള്ള മുൻവിധിയോടുകൂടി സമീപിക്കാതെ യഥാർത്ഥമായിട്ട് അനുഭവപ്പെട്ടുകൊണ്ട് അവനെ ഒന്ന് അനുഭവിച്ചുകൊണ്ട് അല്ലെങ്കിൽ തൊട്ടടുത്ത് നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തരെയും വിലയിരുത്തുവാനായിട്ട് ശ്രദ്ധിക്കുക. യഹൂദന്മാർ യേശുവിനെ വിലയിരുത്തിയതും അങ്ങനെ തന്നെയാണ്. ഇവൻ തച്ചന്റെ മകനല്ലയോ, ഇവനിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത്. മറിച്ച് യേശു തമ്പുരാന്റെ ഈ ലോകത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട്, ഈ ലോകത്തിൽ അവൻ ചെയ്ത അത്ഭുതങ്ങൾ കൊണ്ട്, അടയാളങ്ങൾ കൊണ്ട്, നന്മകൾ കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പറയുവാനായിട്ട് സാധിക്കുകയില്ലായിരുന്നു. യഥാർത്ഥമായും ഓരോരുത്തരെയും മനസ്സിലാക്കുക. നന്മ അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവർ പറഞ്ഞു കേട്ടത് കൊണ്ടല്ല, എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ട്, എൻ്റെ വ്യക്തിപരമായ അടുപ്പം കൊണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച സന്തോഷം കൊണ്ട്, സമാധാനം കൊണ്ട് ഓരോരുത്തരെയും ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് നാം ശ്രദ്ധിക്കുക. മുൻവിധി പാടില്ല എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. മൂന്നാമതായിട്ട് ഒരു കൊച്ചു കാര്യം കൂടി വേദപുസ്തകം നമ്മളെ സാക്ഷിക്കുന്നുണ്ട്. ആദ്യം പറഞ്ഞതിന്റെ ബാക്കിയായിട്ടാണ് ദൈവതമ്പുരാന്റെ ശരീരവും രക്തവും ഭക്ഷിച്ചാലുള്ള പ്രയോജനം എന്ന് പറയുന്നത് അവസാന ദിവസത്തിൽ യേശു തമ്പുരാൻ അവനെ ഉയർപ്പിക്കുമെന്നുള്ള ഒരു വലിയ പ്രത്യാശ.
ഒന്നും ഒരു അവസാനമല്ല എന്നുള്ള ഒരു പ്രത്യാശ, ക്രിസ്ത്യാനിക്ക് ഒരിക്കലും മരണമില്ല എന്നുള്ള ഒരു പ്രത്യാശ, അവന്റെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടെങ്കിലും ദൈവം തമ്പുരാൻ അവനെ ഉയർപ്പിക്കുമെന്നുള്ള ഒരു പ്രത്യാശ. കർത്താവ് കുരിശിൽ കിടന്ന് വേദന അനുഭവിച്ച് പിഴഞ്ഞ് കബറിൽ വെക്കപ്പെട്ടതിന് ശേഷം 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കുകയാണ്. യഹൂദന്മാർ സകലവും അവസാനിച്ചു എന്ന് കരുതിക്കൊണ്ട് ഈ ലോകത്തിലുള്ള സകലവും അവനെ നശിപ്പിക്കുവാൻ തക്കവണ്ണം അടക്കി ഒതുക്കി ഒരു പെട്ടിയിലാക്കി ഒരു കല്ലറയിൽ വെച്ച് അതിന്റെ മുകളിലേക്ക് മുദ്രക്കല്ലും വെച്ച് മൂടി വെച്ച് അവർക്ക് പറ്റുന്നതിൽ ആവതും അതിനെ ഭദ്രമായി അവിടെ തന്നെ ഇരുന്നോണം എന്നുള്ള ചിന്തയിൽ അത് ഒതുക്കി വെച്ചിട്ടും 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കുകയാണ്. നമ്മുടെ ജീവിതത്തുമായിട്ട് നിന്ന് താരതമ്യം ചെയ്യുക. പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാത്ത ആരും ഈ ലോകത്തിലില്ല. ഓരോ നിമിഷവും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളുമായിട്ട് മുന്നേറുമ്പോൾ ഇനി മുമ്പിലേക്കില്ല എന്നുള്ള ഒരു ചിന്തയോടുകൂടി എന്റെ ജീവിതം തീർന്നു എന്ന് വിചാരിച്ചുകൊണ്ട് സകലത്തെയും പഴിച്ചുകൊണ്ട് ദൈവത്തെ പോലും പഴിച്ചുകൊണ്ട് നാം ജീവിക്കുമ്പോൾ ഒരിക്കലും തുറക്കപ്പെടാത്ത വാതിലുകൾ ദൈവം തമ്പുരാൻ നമുക്ക് തുറന്നു തരികയും നമ്മളെ ഉയർപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് വേദഭാഗം നൽകുന്ന അവസാന ചിന്ത എന്ന് പറയുന്നത്. നമ്മളെ തന്നെ ദൈവ മുമ്പിൽ സമർപ്പിച്ചാൽ, നമ്മളെ ദൈവമുമ്പാകെ നമ്മളെ തന്നെ പൂർണ്ണമായും വിനയപ്പെട്ടിക്കൊടുത്തിയാൽ ആ ദൈവം നമ്മളെ ഉയർപ്പിക്കും, യാതൊരു സംശയവുമില്ല. വിശുദ്ധ ബലിയിൽ പങ്കാളികളാകുമ്പോൾ കർത്താവിന്റെ ശരീരവും രക്തവുമാകുന്ന തീക്കട്ട നമ്മളുടെ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനവുമായതിന് നമ്മൾ സ്വീകരിക്കപ്പെടുമ്പോൾ ദൈവം നമ്മളിൽ കുടികൊള്ളുന്നു, ആ ദൈവം നമ്മളെ ഉയർപ്പിക്കുകയും ചെയ്യുന്നു. ആ ഒരു രീതിയിൽ എല്ലാ ക്രിസ്ത്യാനികൾക്കും ഉചിതമായ സത്യമായ പ്രത്യാശയോടുകൂടി ദൈവസന്നിധിയിലേക്ക് പുറപ്പെടുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഒരു നല്ല ഒരു അന്ത്യത്തിന്, നല്ല ഒരു ഉയർത്തെഴുന്നേൽപ്പിന് ദൈവത്തിന്റെ സന്നിധിയിൽ കുരുത്തോലകൾ പിടിച്ചുകൊണ്ട് നിൽക്കുവാൻ നമ്മുടെ ഈ ലോക യാത്ര കൊണ്ട് അതിനുള്ള ഒരുക്കകാലമായി നാം ക്രമീകരിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമായിട്ട് തീരും. അങ്ങനെ ഓരോ നമസ്കാരങ്ങളും ഓരോ പ്രാർത്ഥനകളും ഓരോ ബലിയിലുമുള്ള നമ്മുടെ പങ്കാളിത്തം അതിലേക്കുള്ള ഓരോ സ്റ്റെപ്പുകളായിട്ട് നാം രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ആയുസ് കുറഞ്ഞു വരുമ്പോഴും ദൈവത്തോടുള്ള ദൂരം അടുത്തടുത്ത് കുറഞ്ഞു വരണം. അതാണ് നമ്മുടെ പ്രത്യാശയും ചിന്തയും എന്ന് പറയുന്നത്. എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷത്തോടുകൂടി ആമോദത്തോടുകൂടി അവൻ വിശുദ്ധന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന ഭാഗ്യങ്ങൾക്ക് ഞാനും നിങ്ങളും അർഹരായി തീരത്തക്കവണ്ണം ഒരുക്കത്തിന്റെ പാതയിലൂടെ ഗമിക്കുവാനും ആ ഒരുക്കത്തിന്റെ പാതയിൽ ആവശ്യമായ ആത്മീയമായ ആഹാരം ഭക്ഷിച്ചുകൊണ്ട് ബലിയർപ്പണത്തിൽ പൂർണ്ണമായും വിശുദ്ധിയോടും കൂടി ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് സമീപിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദിദിമോസ് ബാവ ഇവിടെ 30ാമത്തെ അടിയന്തരമായിട്ട് എന്ന ഇടവക ആചരിക്കുകയാണ്. ധൂപ്രാർത്ഥനകളിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും മധ്യസ്ഥണിക്കുകയും ചെയ്യാം. ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്നാസം ദാവീദിൻ മൂലം സാക്ഷിയും ശുചിയുടെ ശുദ്ധാസ്കുദിശ സ്പർശിച്ചുള്ള പാദങ്ങൾ മാനവരുത്ത് വസിക്കേണം നാമെല്ലാവരും നമസ്കരിച്ച് കർത്താവിൽ നിന്ന് കരുണയും അനുഗ്രഹങ്ങളും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും വീഴ്ചയും മാന്യമാകാത്ത സകലയുന്നതയും സദാ നേരം ഇടപെടാതെ വരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി ഭവിക്കണമേ.
ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായാകുന്ന ആചാര്യന്മാർക്ക് താലന്തുകളെ ഉപേക്ഷിച്ചു കൊടുക്കുന്നവനും കുപ്പയിൽ നിന്ന് തന്റെ സിംഹാസനത്തിലേക്ക് അവരെ കരയേറ്റുകയും തന്റെ ശ്രീഭണ്ഡാരത്തിന്മേൽ അവരെ അധികാരപ്പെടുത്തുകയും ചെയ്യുന്നതുമായ പ്രധാനാചാര്യനായ കർത്താവിന് സ്തുതി. തന്റെ ദാസനും മഹാചാര്യനും ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമായ മോർദിമോസ്പ്രദന്റെ ഓർമ്മ നിർവഹിക്കപ്പെടുന്ന സമയത്തും സകല പെരുന്നാളുകളും നേരങ്ങളിലും കാലങ്ങളിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. ബഹുലപരിയോമോ സ്വരഹായ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായാകുന്ന ദൈവമായ കർത്താവേ, വെടിപ്പോടും വിശുദ്ധിയോടും അവിടുത്തെ മുമ്പാകെ ശുശ്രൂഷിച്ചിട്ടുള്ള വെണ്മയുള്ള പ്രധാനാചാര്യന്മാരും മേൽപ്പെട്ടക്കാരും പട്ടക്കാരും വെടിപ്പുള്ള സിംഹാസന്മാരുമായ ഞങ്ങളെ സഹോദരങ്ങൾക്ക് വേണ്ടി അശുദ്ധനും വെടിപ്പില്ലാത്തവരുമായ നിന്റെ ദാസരാകുന്ന ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും നിന്റെ ദൈവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ന്യായവിധിക്കായി അവരോടുകൂടി നീ പ്രവേശിക്കരുത്. എന്റെ കർത്താവേ, നിന്റെ പരിശുദ്ധ മദ്ബഹാകളുടെ കട്ടിളപ്പടികളിന്മേൽ ചവിട്ടിയിട്ടുള്ള കാലുകൾ തീക്കനലുകളിന്മേൽ ചവിട്ടുവാനായി നീ അനുവദിക്കരുത്. എന്റെ കർത്താവേ, ആത്മീയ സംഗീതങ്ങൾ നിനക്ക് പാടിയിട്ടുള്ളതായ വായുകളും നാവുകളും അടയ്ക്കപ്പെട്ടവയും പൊത്തപ്പെട്ടവയുമായി തീരുവാൻ അവയെ നീ മൗനമാക്കരുത്. എന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പുസ്തകങ്ങളിൽ സൂക്ഷിച്ചിട്ടുള്ള കണ്ണുകൾ ചിതലിനും പുഴുവനും കൂടുകളായി തീരുവാൻ അവയെ നീ അന്ധകാരപ്പെടുത്തരുത്. എന്റെ കർത്താവേ, വിശുദ്ധങ്ങളും ഒന്നിങ്ങളുമായ നിന്റെ രഹസ്യങ്ങളെ ആഘോഷിച്ചിട്ടുള്ള കൈകൾ തീക്കനലുകളാൽ ചുരുണ്ടുപോകുവാൻ തക്കവണ്ണം അവയെ നീ തളർത്തിക്കളയരുത്. പിന്നെയോ കർത്താവേ, അവർക്ക് വേണ്ടിയുള്ള ഞങ്ങളെ ബലഹീനാപേക്ഷകളെ നീ കേൾക്കണമേ. ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളും കുറ്റങ്ങളും നീ മായിച്ച് ക്ഷമിക്കണമേ. എന്നാൽ കർത്താവേ, നീ ഉത്തമനും ദാനങ്ങളിൽ സമ്പന്നനും നൽവരങ്ങളിൽ സമൃദ്ധിയുള്ളവനുമാകുന്നു. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്ന് വന്നിരിക്കുന്ന കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. മോചനമാചാര്യർക്ക് ശ്രേഷ്ഠമതാം തനുരക്തങ്ങളിൽ മോചനമിടുവാൻ കൈകളിൽ ആഘോഷിച്ചവരാ ദേവാലയമിവയിൽ ശുശ്രൂഷിച്ചോ ഇവരുടെ കടപ്പാടും തിരുമീനാനീക്കി പോക്കണമേ. പാപം ദുരിതത്താൽ പഴിയും നാദാസ്തുതിയം അവനീ ബലഭാഗി പറഞ്ഞുവോ. ബന്ധനമു
പുണ്യം സ്തോത്രം. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശരണത്താലേ നിൻ കൃപയിൽ ജീവാസുരമതുണർത്തണമേ കവലിനു രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നിൻ പാനം ചെയ്തും മൃതരായോരേ നാശം നീക്കി ജീവിപ്പി അണിയണം നിന്നെ നോക്കും അവരിൽ കാന്തി പാർക്കുമോ സുബോല ബോല ബറോ വലറോ കാരേശോ ഘോഷിതനായിടുന്നു നയവാൻ മുൻകൊന്നിൻ നാദം കേട്ടി അങ്കിയണിപ്പാനായി പോയിടുന്നു മുറിയോറായി മേലെ പരമതിനുയരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി മരി ചോരും കൈക്കൊണ്ടീടേണം. പാറയ്ക്കുമോറന്റെ കർത്താവേ നിന്നെ വർഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം ഞങ്ങളെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും നിന്റെ ജീവനുള്ള കാസ എന്ന പാനീയത്താൽ ഞങ്ങളെ ദുർവാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, കളങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആമീൻ.
ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുമെന്നും അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും പുണ്യവും പരിശുദ്ധവുമായ നിന്റെ തിരുവാതിൽ ചെയ്ത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ പരിശുദ്ധ ശരീരം ഞങ്ങൾ ഭക്ഷിക്കുകയും പുണ്യപ്രദമായ നിന്റെ രക്തം കുടിക്കുകയും ചെയ്തിരിക്കുന്നു. അത് ഞങ്ങൾക്ക് ന്യായവിധിക്കോ പ്രതികാരത്തിനോ ശിക്ഷയ്ക്കോ കുറ്റാരോപണത്തിനോ ആയിത്തീരാതെ ഞങ്ങളുടെ കർത്താവുമെന്നേക്ക് ഞങ്ങളുടെ ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ നിന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട പുനരുത്ഥാനത്തിനും നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി തീരണമേ. ആമീൻ. നിശ്ചയമായി ജീവൻ പ്രാപിക്കും ഞങ്ങൾ. രക്തശരീരങ്ങൾ കൈക്കൊണ്ടതു മൂലം അന്ത്യദിനെ വിധിയേറ്റിടരുതേ. തവ മേരത്വങ്ങൾ ഉൾക്കൊണ്ടോർ ഞങ്ങൾ വിധിയും ദണ്ഡനവും നേടരുതേ നാഥ. നിന്നെ രക്തങ്ങൾ ഞങ്ങൾക്കച്ചാരം തന്നതിനാൽ വിധിയിൽ നാഥ ചേർക്കരുതേ. അംഗങ്ങളിലവയെ നിക്ഷേപിക്കുകയാ ഉയരേകിയ നാഥ വന്ദിക്കും നടിയാ. സത്യം കാക്കുന്നോ ഉത്തമ വിധിനാഥ. കടമെല്ലാം പോക്കി വിധിയൊഴിവാക്കണമേ. വട്ടവസിച്ച് പറയണം. വന്ദിക്കപ്പെടുവാനും സ്തുതിക്കപ്പെടുവാനുമാകുന്നു. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാരത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി പരിപാലിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപരിഹാരം ഇറങ്ങുമാറാകണമേ. കർത്താവേ, ഞങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയതാ നിന്റെ ശരീരങ്ങൾ അനുഭവിക്കുവാൻ നോക്കി പാർക്കുന്ന നിന്റെ ആരാധനയുടെ സംഘത്തെ അദൃശ്യമായി നിന്റെ വളർത്തി നീട്ടി നീ വാഴ്ത്തേണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമാവുന്ന യേശുക്രിസ്തുവാകുന്ന ദൈവത്തിന്റെ കരുണ
ഈ വിശുദ്ധകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ചതിൽ സംബന്ധിക്കുന്നവരും സംബന്ധിക്കുവാനിരിക്കുന്നവരുമായ എല്ലാവരിലും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നുവന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ ഉന്നതിയും മഹിമാമുടി സഹദേന്മാർക്കും ഞങ്ങളുടെ ദൈവമായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ ശരീരം ഞങ്ങൾ പാനം ചെയ്ത് പുണ്യമുണ്ടാക്കുന്ന വിശുദ്ധവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായിട്ട് നേരിടരുതേ. പിന്നെയോ ഞങ്ങളുടെ ജീവനും രക്ഷയ്ക്കുമായിട്ട് ഭവിക്കണമേ. ദൈവം തമ്പുരാനേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. അവരുടെ ശരണം ആയോനേ, നിന്നെ കുമ്പിടുമീ ലോകം. നാവുകൾ നിൻ നാമം വാഴ്ത്തും. സാധാരണ ഭക്ഷണത്തിൽ പരിചരിച്ചിരുന്ന വാങ്ങളെ നിന്റെ ഏകപുത്രന്റെ ശരീരത്തുകളാണ് ദൈവദാനത്തിന് അർഹമാക്കി തീർത്ത നിന്റെ കൃപയെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഏകപുത്രൻ മൂലവനോടുകൂടി നിനക്ക് നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. ഹോശോ ധാരിക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ബാറയ്ക്കുമോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങൾക്ക് നിശ്ചലഭക്ഷണമായി തീരുവാൻ വേണ്ടി ഇറങ്ങി വന്ന സ്വർഗീയ അപ്പമാകുന്ന തമ്പുരാനെ, നിന്റെ ആഗമനത്തിൽ നിത്യനാശത്തിന് ഞങ്ങളെ നീ ഇടയാക്കരുതേ. ഞങ്ങൾ നിലനിന്റെ പിതാവിനും വിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ ഉലകിൻ പാപം പോക്കാൻ സ്വയമേ ബലിയായി തീർന്നു. മാനുഷനന്ദനരായോരുടയോ ശ്രേഷ്ഠാചാര്യ സഭയെ സേവി ചജപാലകനായി ഉലകം വീട്ടോ ബോർബസേലിയോസിനെ ഓർക്കണമേ നിൻ വാനവബലിയിൽ. മസിഹാമന്നൻ ശാപം ചെയ്തോരു ഗുഹദന്വാരേ മൃതിമസിഹായിൽ പ്രാപിച്ചോരെ പ്രതി പൊതുവായി പൊടിയോടു സമനും നിന്നിത മണ്ണും
ഹീനനുമാം ഞാൻ പരിമളമേലും പ്രശമന ബലിയെ അർപ്പിച്ചല്ലോ. കർത്തൃസഭയ്ക്ക് പോരാടി സുസ്ഥിരയത്നത്താൽ നീതിയോട്ടം നിറവേറ്റി തന്നുടെ നാഥന്റെ മുന്തിരി വയലിൽ തൻ കർത്തവ്യങ്ങൾ ജാഗ്രതയോടെ ചേതക ജീവന്റെ തുറമുഖമാർന്ന മഹാചാര്യൻ തൻ സ്മൃതി ബഹുധന്യം. തൽപ്രാർത്ഥന മൂലം ഞങ്ങൾ നാശത്തിൽ നിന്നും ഹല്ലേലൂയ പാലിക്കപ്പെടണേ. ശലോം ബസ്ലോമോ ഹാൻ ഹാബിബായ്. വത്സല സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിന്റെ പാപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാ ഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശ്രുതത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി ഞങ്ങൾ നിങ്ങളെ ബലമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പോകുകയും ദൂരസ്ഥരോട് സമീപസ്ഥർ മരിച്ചുപോലുള്ള ജീവനുള്ളവരും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സ്ലീബായ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസായുടെ റോസ്മിയാൽ മുദ്രയേറ്റപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും. വിശ്വാസികളായി നിങ്ങൾ വാങ്ങിപ്പോയവർക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസനാവുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ സഹായം പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലെ പോകുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. വന്ദിതനാകും ആചാര്യ കൈക്കൊള്ളട്ടെ കർത്താവ് അങ്ങേ പ്രാർത്ഥനയോടൊപ്പം അങ്ങേ അണച്ചു ഈ ബലിയെ. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചായ പുൽപ്പറങ്ങൾ അവൻ എന്നെ കെടുത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികേക്ക് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമനിമിത്തത്തിന്റെ നീതിപാതകൾ നടത്തുന്നു. ഒരു താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ അർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾക്കാണെങ്കിൽ നീ എനിക്ക് വരുന്നൊരുക്കുന്നു, എന്റെ തലയെ എന്നുകൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം നിറഞ്ഞു വീഴുന്നു. നന്മയും കരുണയും എന്റെ ആഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ദൈവം തൻ ദിവ്യ നടത്തിപ്പാലേ കാത്തു പാലിക്കട്ടെ.
ശിരസിൽ